കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ കാഞ്ഞിരങ്ങാട് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണിത്. വൈദ്യനാഥ ഭാവത്തിലുള്ള പരമശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. പണ്ടുകാലത്ത് ഉത്തര കേരളത്തിലെ സ്ത്രീകൾ കുട്ടികളുടെ ക്ഷേമത്തിനായി തൊഴുതു വന്നിരുന്ന 3 ക്ഷേത്രങ്ങളിലൊന്നാണിത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവുമാണ് മറ്റുള്ളവ. രാജരാജേശ്വരൻ കുഞ്ഞിന് പ്രതാപവും, തൃച്ചംബരത്തപ്പൻ സ്വഭാവഗുണവും, വൈദ്യനാഥൻ ആയുരാരോഗ്യ സൗഖ്യവും നൽകുമെന്നാണ് ഭക്തർ വിശ്വസിച്ചു വരുന്നത്. ഇന്നും നിരവധി ആളുകൾ ഈ 3 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി വരുന്നുണ്ട്. കിഴക്കോട്ട് ദർശനമായി ശ്രീലകത്ത് കുടികൊള്ളുന്ന ശിവന് ഉപദേവതകളായി ഗണപതിയും അയ്യപ്പനും ഭഗവതിയുമുണ്ട്. കുംഭമാസത്തിലെ മഹാശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. സൂര്യദേവന് വന്ന കുഷ്ഠരോഗം മാറാൻ ഇവിടെ പൂജകൾ നടത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ത്വക്ക് രോഗങ്ങളും മറ്റു മാറാരോഗങ്ങളും മാറ്റാൻ വൈദ്യനാഥനായ ശിവനെ ഭക്തർ ഇവിടെ പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ വലിയൊരു കാഞ്ഞിരമരം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് കാഞ്ഞിരങ്ങാട് എന്ന പേര് വന്നത്. എല്ലാ രോഗങ്ങളും മാറ്റുന്ന ഭിഷഗ്വരനായി പരമശിവനെ ഇവിടെ ഭക്തർ ആരാധിക്കുന്നു. ഏകദേശം 11ാം നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഈ മഹാക്ഷേത്രത്തിന്. പ്രധാന വഴിപാടുകളിൽ ചിലത് ക്ഷീരധാര, ജലധാര, വെണ്ണ നിവേദ്യം എന്നിവയൊക്കെയാണ്. ക്ഷീരധാര വഴിപാട് പ്രധാന ശിവലിംഗ വിഗ്രഹത്തിൽ പശുവിൻ പാൽ ഒഴിക്കുന്നതാണ്. മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വിട്ടുമാറാത്ത രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിനും വേണ്ടിയാണിത്. ജലധാര എന്ന വഴിപാട് ശരീരതാപം, സമ്മർദ്ദം, രോഗങ്ങൾ എന്നിവ കുറക്കുന്നതിനായി ദേവൻ്റെ മേൽ തുടർച്ചയായി പുണ്യജലം ഒഴിക്കുന്ന ആചാരപരമായ ചടങ്ങാണിത്. വെണ്ണ നിവേദ്യം എന്നത് ഗർഭകാല സങ്കീർണതകളോ കാലതാമസമോ നേരിടുന്ന ഭക്തർ പ്രത്യേകമായി ഭഗവാൻ ശിവന് പുതിയ വെണ്ണ സമർപ്പിക്കുന്നു. പരമ്പരാഗതമായി ത്വക്ക് രോഗങ്ങൾ, കണ്ണ് രോഗങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവർ ക്ഷേത്ര പരിസരത്ത് താമസിച്ച് ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്നത് ഇവിടെ പതിവാണ്. രാവിലെ 5:30 നട തുറക്കൽ. ഉഷപൂജ രാവിലെ 7 മണിക്ക്. ക്ഷീരധാര, ജലധാര രാവിലെ 8 മണിക്ക്. ഉച്ചപൂജ 10:30 ഉച്ചക്ക് 12 മണിക്ക് ശേഷം ക്ഷേത്രനട അടക്കും. പിന്നീട് വൈകുന്നേരം 5:30 നട തുറക്കൽ. സന്ധ്യയ്ക്ക് ദീപാരാധന. രാത്രി 7:30 അത്താഴപൂജ. രാത്രി 8:30 ക്ഷേത്രനട അടക്കും.
ബ്രഹ്മപൂരിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം തൊഴുന്ന ജനം പോലെ. പിന്നെ ശ്രീരാമൻ സുമിത്രനോടും കൂടി ചിന്നനായി വന്നാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണാതെയാൽ സന്നദ്ധേന മാർഗെ സഞ്ചരിക്കുമ്പോൾ രക്തോരൂപത്തോടൊരു തത്വത്തെ കാണാനോടും ഭക്തി വചനവും യോജന വാക്കുകളും കത്തുയാദികളും എന്തൊരു തത്വവിധം ലക്ഷ്മണ കണ്ടായോനി കണ്ടോളം ഭയമുണ്ടാം ഭക്തിക്കുമിപ്പോൾ നമ്മയെന്നറിഞ്ഞാലും ഭക്തിയും മൃഗവും എത്രയും ചിത്രം ചിത്രം ഭക്തി വക്രം കാലും തലയുമില്ല രക്ഷത്തുപിടിച്ചുടൻ ഭക്തിക്കൊണ്ടുമ്പേ നമ്മെ രക്ഷിക്കുന്ന കാലവും മധ്യസ്ഥന്മാരായിരുമാരാണ് കൽവിതന്താകാരും രാഘവനേവം പറഞ്ഞിരുന്നോടന്തരം ആകുലമകന്നൊരു ലക്ഷ്മണരുടെ ചെയ്താം ഓരോ വ്യാകുലഭാവം ഇനി വിചാരിക്കാൻ ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും ദർശനം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമാകരം ഛേദിച്ചാനതു നേരം യത്തോ വീരനുമതി മയം കൊണ്ടു രാമ ലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മധുരങ്ങളെ ഛേദിക്കുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരോ ഉണ്ടായിരിക്കും കീഴിൽ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു സർവശക്തൻ മണ്ഡലം വരുവാനായി തൊഴിലു ചൊല്ലിയിടിനാൻ മുമ്പിലമ്മാറും കാലാമതം തത്രാസം പ്രതി വസിക്കുന്നു ശബരി തപസ്വിനി സ്വൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാസ്താന്തം ചെല്ലു ഭവൻ അവൻ അവളെ സുധാ തന്നെ ലഭിക്കുന്നു. സുന്ദരി
രാവണൻ തന്നെ സങ്കുലം വധം ചെയ്തു. ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായത് അജലാന്തേ വസിക്കുന്ന സാധമൊരു ദിനം. പുഷ്കരനേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേന കൊണ്ടുപോയാനൊരു രക്ഷോ വരനതു നേരമസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞു ദീനയായി രാമരാമീതി മുറയിടുന്നോട്ടവ ഭാമി തന്നെ അവളെന്നതേ വരൂ. ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാകെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങളീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനത് കണ്ടിങ്ങെടുത്ത് സൂക്ഷിച്ചു വച്ചേനതു കാണേണമെങ്കിലോ കണ്ടാലും. ജാനകീദേവിതന്നാഭരണങ്ങളോ മാനവീരാഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുൻപിൽ വച്ചിടിനാൻ. അന്നോട് നേത്രനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്നൊങ്കിയാകിയ വൈദേഹിയോടയോ. സീതേ ജനകാത്മകേ മമ വല്ലഭേ നാദേ നളിനദളായലോചനം ചെയ്തു വിഭൂഷണ സഞ്ജയം ആദിപൂർവം തിരുമാറിയും. പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം തളർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിരു ലക്ഷ്മണൻ. ദുഃഖിയായിരുമേ രാവണൻ തന്നെയും മക്കള ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജ നേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രബോധനെ. സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വിക്രിയായിരുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ഹരിശ്രീ പരേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കു